നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളൊരു പുതിയ ഫോർമാറ്റിൽ ഞാനും, അതായത് വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, അശോക് കർത്ത നാട്ടിൽ നിന്നും, ഞങ്ങളൊരു പുതിയ ഫോർമാറ്റിൽ തെക്കുവടക്ക് വീണ്ടും പുനരാരംഭിക്കുകയാണ്. അതായത് ഞങ്ങൾ അശോക് കർത്ത നാട്ടിലെ വിശേഷങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമൂഹിക വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം തുടങ്ങും. അതിനുശേഷം ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ചിന്താവിഷയത്തിലേക്ക് ഞങ്ങൾ കടക്കും. അശോക്, നാട്ടിലെ എന്താണ് രാഷ്ട്രീയ സാമൂഹിക വിശേഷങ്ങൾ? നാട്ടിലിപ്പോൾ PM ശ്രീ ആണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. CPI മുന്നണി മര്യാദകൾ പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മേക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ല, CPM ആണ്, CPI ആണ് മുഖ്യമന്ത്രിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു മുന്നണി മര്യാദ പാലിച്ചില്ല എന്നുള്ളതാണ് CPIയുടെ പരാതി. അത് പാലിക്കണോ വേണ്ടായോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടത് TP രാമകൃഷ്ണൻ മുമ്പിലാണ്. അദ്ദേഹമാണ് LDF കൺവീനർ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പിന്നീട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പെൻഷൻ വർധന തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട്. അത് CPIയുടെ ഈ പറയുന്ന വെല്ലുവിളികൾക്കും ജകളയ്ക്കും ഒക്കെ എതിരെ നെല്ലിന് മുന്നിയടിച്ചൊരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ കേരളത്തില് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഏറ്റവും പുതുതായിട്ട് കിട്ടിയ വിവരം എന്ന് പറയുന്നത് PM ശ്രീ നിർത്തിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ഒരു ഓൺലൈനില് ഒരു വാർത്ത ഇറക്കി വിട്ടിട്ടുണ്ട്. അത് ചീഫ് സെക്രട്ടറി കേന്ദ്ര സർക്കാരിന് കത്തെഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ കത്തെഴുതി. കത്തിന്റെ കണ്ടന്റ് ഒന്നും അവര് പുറത്തു വിട്ടിട്ടില്ല, ചീഫ് സെക്രട്ടറിയും വിട്ടിട്ടില്ല. ഒരു ഗവൺമെന്റ് സെക്രട്ടറി, അതായത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീമതി വാസുകി ഒപ്പിട്ടൊരു കരാറാണ്. അല്ലെങ്കിൽ അവര് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ട് ഒരു പദ്ധതി അത് നിർത്തിവെക്കാൻ പറഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറി ഇപ്പോൾ എഴുതുന്നതാണ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. അപ്പൊ അതിനിടയ്ക്ക് കേരളത്തിലെ ഒരു PM ശ്രീ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്ട് ഒട്ടുമിക്ക സ്കൂളുകൾ, അതായത് CBSE ICSE സ്കൂളുകളിലെല്ലാം പ്രധാനമന്ത്രിയുടെ പടം പതിച്ചും QR കോഡ് പതിച്ചും ഒക്കെ അവര് പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ അവശേഷിക്കുന്നതെന്ന് പറയുന്ന കേരളത്തിലെ സർക്കാർ സ്കൂളുകളാണ്. അത് 1000-ഓളം വരുന്ന സർക്കാർ സ്കൂളുകളിൽ എല്ലാത്തിനും കിട്ടില്ല, ഒരു താലൂക്കിൽ ഒരു സ്കൂൾ വെച്ചുള്ളതേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ വിധ സംഭവങ്ങളിൽ, അതായത് ഒരുതരം പുക പരത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നിപ്പം കേരളത്തിലുള്ളത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ 41ാം ചരമ വാർഷികമാണ്. അപ്പം ഈ വാർഷികത്തില് ചെറിയാൻ അന്ന് ഡൽഹിയിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജില് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത രാജ്ഭവനിൽ നിന്നും വരികയും അദ്ദേഹത്തിനെ വളരെ സുരക്ഷയോടുകൂടി രാജ്ഭവനിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും, നോബൽ ലോറേറ്റ് ആയിരുന്ന ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മലയാളിയായ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന വളരെ ഫിസിക്സിലെ ഒരു അതുല്യനായ തമോഗർത്തങ്ങളെ പറ്റിയൊക്കെ പഠനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു ഈ ചന്ദ്രശേഖർ. അത് വളരെ നമ്മൾ ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് അദ്ദേഹത്തിനെ അവിടെ നിന്ന് രാജ്ഭവൻ സെക്യൂരിറ്റി ഗാർഡ്സ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്താണ് സംഭവിച്ചതെന്ന് അന്നേരം അറിയുന്നില്ല. പിന്നെ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. ആ സമയത്ത് ദൃക്സാക്ഷിയായിട്ട് ഡൽഹിയിലുണ്ടായിരുന്ന ചെറിയാച്ചൻ അതിനെപ്പറ്റി അന്ന് കണ്ട കാഴ്ചകൾ അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ വിശദീകരിച്ചാൽ നന്നായിരിക്കും. അന്ന് ഞാൻ 4 വർഷമായിട്ട് ഡൽഹിയിലുണ്ട്. അന്ന് ഉച്ചയോടുകൂടി നമ്മൾ അറിഞ്ഞു. രാവിലെ ഇത് എനിക്ക് തോന്നുന്നു ഒരു 9 മണിക്കാണ് നടക്കുന്നത്. പക്ഷേ അവരുടെ മിസസ് ഗാന്ധിയുടെ വെടിയേറ്റ ശരീരം കൊണ്ട് മലയാളിയായ ദാക്ഷാണി വേലായുധന്റെ മകൻ ഡോക്ടർ ഒപ്പയാണ് കൊണ്ടുപോയത്. അദ്ദേഹമായിരുന്നു അന്ന് അവിടുത്തെ CGHSലെ ഡോക്ടർ.
അദ്ദേഹവും സോണിയാഗാന്ധിയും കൂടാണ് ശരീരവുമായി വെടിയേറ്റ ശരീരവുമായി എയിംസിൽ പോയത്. ഒരു 12 മണിയായപ്പോഴത്തേക്ക് ഡൽഹിയിൽ പൊതുവെ എന്തോ അവിടെ നടന്നിരിക്കുന്നു. 12 മണിയായപ്പോഴത്തേക്ക് ആൾക്കാർ പൊതുവെ സംസാരിക്കാൻ തുടങ്ങി പ്രൈം മിനിസ്റ്റർക്ക് വെടിയേറ്റു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഗതി കണ്ടല്ലോ, ഡൽഹിയിലെ എന്തെങ്കിലും പ്രൈം മിനിസ്റ്ററോ അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നതിന് മുമ്പേ ഈ സിസ്റ്റത്തിലുള്ള എത്രയോ പോലീസുകാരും എത്രയോ ഓഫീസേഴ്സും എത്രയോ ആൾക്കാർ ആ വീട്ടിൽ തന്നെ ഉണ്ട്. അവരുടെ അടുത്ത ആൾക്കാരോട് പറയും. അങ്ങനെ പറഞ്ഞ ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അപ്പം ഞാനെന്ന് മാതൃഭൂമിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. മാതൃഭൂമി ലൈനിലാണ് മാധവൻകുട്ടിയുടെ കൂടെ. അപ്പൊ നമ്മള് ആദ്യത്തെ ഇത് വെച്ചാൽ ശരീരം എയിംസിലാണ്, ഡോക്ടർമാർ ട്രൈ ചെയ്യാണ് രക്ഷപ്പെടുത്താൻ പറ്റുമോ, അപ്പൊ അങ്ങോട്ട് പോകാന്നുള്ളതാണ് ഒരു ന്യൂസ് റിപ്പോർട്ടറിന്റെ ഒരു 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 കർത്തവ്യമാണ്. അന്ന് ഞാനും പോയി അവിടെ ചെല്ലുമ്പോൾ ഭയങ്കരമായ ആൾക്കൂട്ടമുണ്ട് അവിടെ. എയിംസ് ഇതിന്റെ പോലെ സെക്യൂരിറ്റി ഒന്നും വളരെ ശക്തമല്ല. അതുകൊണ്ട് നമുക്ക് അകത്ത് പോകാം, ബിൽഡിങ്ങിനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷെ ബിൽഡിങ്ങിന്റെ നിൽക്കുന്ന കോമ്പൗണ്ടിനകത്ത് ഭയങ്കരമായ ഒരു ആൾക്കൂട്ടം. അത് ഞങ്ങളൊക്കെ അവിടെ നിന്നു. ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രസിഡന്റ് അതുവഴി കടന്നു പോകുന്നത് കേട്ടു. അന്നേരമാണ് ശരിക്കും ഈ എന്താണ് സിഖുകാർക്കെതിരെയുള്ള ഒരു രോഷം അന്നേരമാണ് ഞാൻ കാണുന്നത്. പ്രസിഡന്റ് സെയിൽസിംഗ് അല്ലായിരുന്നോ? സെയിൽസിംഗ് ആണ്. സെയിൽസിംഗ് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവിടെ ആൾക്കാർ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ കൂടെ JNU പഠിച്ച ഒരു പഴയ SFIക്കാരൻ സർദാർ, സിഗരറ്റ് വലിക്കുന്ന സർദാർ, ഒരു റിബലായ സർദാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഒരു ഹിന്ദി പേപ്പറിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം പിന്നീട് BBC-യിൽ ജോയിൻ ചെയ്യുകയും മരിക്കുകയൊക്കെ ചെയ്തു. ഒരു കാര്യം ഇതിനിടയ്ക്ക് ഒരു ചോദ്യം, സിഖുകാർ സിഗരറ്റ് വലിക്കാറില്ല? ഇല്ല, സിഖുകാർക്ക് സിഗരറ്റ് വലിക്കുന്നത് ഇല്ല. പക്ഷെ ഇദ്ദേഹം അന്നത്തെ സമയത്ത് ബിന്ദ്രവാലയുടെ സമയത്ത് പകുതി വെച്ച് സിഗരറ്റ് വലിച്ച് നടക്കും. അപ്പൊ ആ സമയത്ത് സെയിൽസിംഗ് വന്ന് ഈ ഒരു ആൾക്കാരുടെ ശ്രദ്ധ സെയിൽസിംഗ് സർദാറിലേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ അവസാനം അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം അവിടുന്ന് ഓടിപ്പോകുന്നതായിട്ടാണ്. അത് എൻ്റെ സുഹൃത്ത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വെച്ചാൽ ആൾക്കൂട്ടമാണ്. ഒരു 10,000 പേര് നിങ്ങളുടെ പുറകിന് നിങ്ങളുടെ നേരെ തിരിയുവാണെങ്കിൽ അത് മനുഷ്യന്റെ ജന്മം എന്താണ്, മനുഷ്യന് ഓടിയേ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരെ ഓരോരുത്തർ കൈവച്ചാൽ മതി, നിങ്ങൾ ചത്തുപോകും. അപ്പൊ അദ്ദേഹം ഓടിപ്പോയി. അദ്ദേഹത്തെ പിന്നെ ഞാൻ കണ്ടു. ഒരു മാസത്തിന് ശേഷം പകുതിയെല്ലാം മുടിയെല്ലാം വെട്ടി അദ്ദേഹം പിന്നെയും സിഗരറ്റ് വലിച്ചു വന്നു. he was a smart person, he could escape it. അപ്പൊ അന്ന് വൈകുന്നേരമാണ് അനൗൺസ്മെന്റ് ഉണ്ടാകുന്നത്, ഒഫീഷ്യൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. അത് വേണമല്ലോ, അതായത് പുതിയ പ്രധാനമന്ത്രിയെ തീരുമാനിച്ചിട്ട് വേണമല്ലോ അന്തരിച്ച പ്രധാനമന്ത്രിയുടെ മരണം സ്ഥിരീകരിക്കേണ്ടത്. അതിന് കാരണം രാജീവ് ഗാന്ധി. അന്ന് എല്ലാവരും രാജീവ് ഗാന്ധി ആകണം എന്ന് സെയിൽസിംഗ് കൂടെ സജസ്റ്റ് ചെയ്തു. രാജീവ് ഗാന്ധി ബംഗാളിൽ എവിടെയായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ എത്താൻ വേണ്ടി വൈകുന്നേരമായി 6 മണിയായി. അപ്പോൾ 7 മണിക്ക്, എനിക്കൊന്ന് 7 മണിക്കും 8 മണിക്കും ഇടയ്ക്കാണ് സ്വയറിംഗ് ഇൻ നടത്തത്. അന്നേരമാണ് അതിന് തൊട്ട് മുമ്പേ അനൗൺസ്മെന്റ് വന്നു, ഇങ്ങനെ പ്രൈം മിനിസ്റ്റർ കൊല്ലപ്പെട്ടു. അപ്പോഴത്തേക്ക് എന്താണ് അന്ന് വൈകുന്നേരം ഞാൻ മാതൃഭൂമിയിൽ തിരിച്ചെത്തി എൻ്റെ സ്റ്റോറികളൊക്കെ ഫയൽ ചെയ്തു. അപ്പോഴത്തേക്ക് പൊതുവെ സിഖുകാർക്കെതിരെ റൈറ്റ്സ് തുടങ്ങി എന്നുള്ള ഒരു ന്യൂസ് ഞങ്ങൾക്ക് കിട്ടി. അത് മാതൃഭൂമിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ തൊട്ടടുത്താണ് INS ബിൽഡിംഗ്, ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി ബിൽഡിംഗ് ആണ്. അതിന്റെ 1ാമത്തെ ഫ്ലോറിലാണ്. വൈകുന്നേരം ആകുമ്പോൾ അവിടെ OV വിജയനും സക്കറിയയും ഒക്കെ എത്തും. അന്ന് എത്തിയത് സക്കറിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് മാധവൻകുട്ടി, VK മാധവൻകുട്ടി പറഞ്ഞു, നമുക്ക് വെളിയിൽ പ്രശ്നമാണല്ലോ ചെറിയനെ, നമുക്ക് സക്കറിയെ വീട്ടിൽ കൊണ്ടുകൊടുത്തരാം, ചെറിയനോട് വാങ്ങു പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നെയല്ലേ ഉള്ളൂ, ചെറിയനോട് വാങ്ങു പറഞ്ഞു. ഞങ്ങൾ 3 പേരുടെ കാറിൽ കയറി തീനൂർത്തി വഴി RK പുരത്തേക്ക്, സക്കറിയയുടെ ഭാര്യയുടെ കോട്ടേഴ്സ് RK പുരത്തായിരുന്നു, അവിടെ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ റെയിൽ മ്യൂസിയം ഉണ്ട് അതിന്റെ വഴിക്ക്. അവിടെ അതിന്റെ സൈഡില് ഒരു സർദാർ കുത്തേറ്റ് കിടക്കുന്നു, പകുതി അദ്ദേഹത്തിന്റെ തീ വെച്ചിരിക്കുന്നു. അവിടെ ഒരു കൂട്ടം ആൾക്കാർ
ലോറിയിൽ ഇങ്ങനെ വടികളും മറ്റൊക്കെ ആയിട്ട് പോകുന്നത് നമ്മൾ കാണുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു എന്താ നമുക്ക് നിർത്തി ഇയാളെ സഹായിക്കണ്ടേ. മാധവൻകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട വേണ്ട ചെറിയാനെ, ഇത് തനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കും പ്രശ്നമാകും. അതുകൊണ്ട് നമുക്ക് പോകാം. അയാളെ എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ദൗർഭാഗ്യമായ സിറ്റുവേഷനാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ നമ്മള് മുമ്പോട്ട് പോവാണ്. പിന്നെ തീൻമൂർത്തിയിലെത്തിയപ്പം, തീൻമൂർത്തി മിസസ് ഗാന്ധി നെഹ്റു ഒക്കെ താമസിച്ച ഒരു സ്ഥലമല്ലേ, പഴയ പണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസാണ്, അല്ല റെസിഡൻസ് ആയിരുന്നു. മാധവൻകുട്ടി അവിടെ നെഹ്റുവിനെ പോയി കണ്ട് ഇറങ്ങി വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാധവൻകുട്ടി അവിടെ തീൻമൂർത്തിയിലെത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇച്ചിരി കടുപ്പമാണ് ഇപ്പോൾ. അതായത് ഒരുതരം നമ്മുടെ ഒരു പറയത്തില്ലേ, നാട്ടുകാരെ ഈ ഓരോ ശരീരത്തിൽ നിന്നും ബാധ ഒഴുകുന്ന പോലെയാണ് ഇപ്പം കണ്ടില്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു മരണത്തിന് ശേഷം എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിക്കുകയും ചെയ്തതിനെപ്പറ്റി. പക്ഷെ രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അന്ന് രാത്രിയിൽ എനിക്ക് എൻ്റെ മുറിയിലേക്ക് പോകാനുള്ള, അന്ന് ചിത്രഞ്ജൻ സൗത്ത് ഡൽഹിയിലാണ് ഞാൻ താമസിക്കുന്നത്, ബസ്സൊന്നും ഇല്ല എന്ന് മനസ്സിലായി. ഞാൻ മാതൃഭൂമി ഓഫീസിലാണ് കിടന്നുറങ്ങിയത്. അവിടെ കിടന്നുറങ്ങി. അവിടെ പിന്നെ ശുചിമുറികളൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. രാവിലെ എണീച്ച് എന്നിട്ട് രാവിലെ ഞാൻ എനിക്ക് തോന്നുന്ന അടുത്ത ദിവസവും ഞാൻ പോയില്ല. അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ എൻ്റെ മുറിയിലേക്ക് തിരിച്ചു പോകുന്നത്. വെച്ചാൽ അന്നത്തേക്ക് ബസ്സുകൾ ഉണ്ടെങ്കിലും വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. ഇന്നത്തെ പോലെ തുടർച്ചയായിട്ടില്ല, മെട്രോ ഇല്ല. ബസ്സുകൾ വരുന്നതന്നെ വളരെ ഇതാണ്. ബസ്സുകൾ ഇടയ്ക്ക് വെച്ച് നിൽക്കുന്നു, ആൾക്കാർ ഇറക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പോകാതിരിക്കാം. അപ്പൊ അതാണ് നല്ലത് എന്ന് തോന്നി. അപ്പൊ അങ്ങനെ താമസിച്ചു. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ കാറിൽ ഈ റൈഡ്സ് നടക്കുന്നിടത്തേക്ക് പോകാൻ തുടങ്ങി. പ്രസ് എന്നുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കാറിനെ അത് ഒന്നും ചെയ്തില്ല. അന്നാണ് പ്രസിന്റെ ഒരു ശരിക്കും എന്താണ് പ്രസിന്റെ പ്രിവിലേജസ് എന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. അന്ന് ഈ പ്രസ് സ്റ്റിക്കർ ഒട്ടിച്ച ഒരു കാരനെയും ഈ രണ്ടു കൂട്ടരും ആക്രമിച്ചില്ല. പക്ഷെ ഞാൻ അന്ന് ഒരിക്കലും മറക്കാത്ത ഒരു സംഗതി അന്ന് കണ്ടത്, പാർലമെന്റിന്റെ തൊട്ട് പുറകിലെ ഒരു ഗുരുദ്വാരയുണ്ട്, ശീഷ് ഗഞ്ച് ഗുരുദ്വാര എന്നാണ് അതിന് പറയുന്നത്. അവിടെ അന്ന് പാർലമെന്റിലെ ഗേറ്റുകളൊക്കെ തുറന്നു കിടക്കും. ഇന്നത്തെ പോലെ സെക്യൂരിറ്റി അന്ന് ഒരു ഗേറ്റ് ഇവിടെ കയറി മറ്റേ പുറകിലെ ഗേറ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കക്ഷി വടിയും കൊണ്ട് നിൽക്കുന്ന ഒരു കക്ഷി എടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് പ്രശ്നം എന്തൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുന്നത്, ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയുള്ളൂ, അപ്പൊ അവന്റെ ശരീരമാണ് അവിടെ കിടന്ന് എരിയുന്നത്, പക്ഷെ അവര് ഗുരുദ്വാരയ്ക്ക് അകത്തിരുന്നോണ്ട് ഇങ്ങോട്ട് വെടിവെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പോലീസൊക്കെ ദൂരെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയാം, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണത്. അതായത് ഒരു ബോഡി കത്തിക്കുന്നു ഗുരുദ്വാരയുടെ മുമ്പില്, അവന്റെ ഒരാൾ വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയുള്ളൂ. അത്തരമായ പാർലമെന്റിന്റെ പുറകിലത്തെ ഗേറ്റ് കടന്നാൽ ഈ റോഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് പട്ടാളം ഇറങ്ങിയത്. പട്ടാളം ഇറങ്ങിയതോടെ ഇതൊക്കെ തിന്നു. എനിക്ക് തോന്നുന്നില്ല ഒത്തിരി പേര് കോൺഗ്രസിനെ ബ്ലെയിം ചെയ്യുന്നുണ്ട് ഇതിന്. ഇത് കോൺഗ്രസിന്റെ ബ്ലെയിം ചെയ്യുന്നത് ശരിയാണ്, കുറെ കോൺഗ്രസിന്റെ ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കോൺഗ്രസിനേക്കാളും കൂടുതൽ ഇത് പൊതുവെ ഡൽഹിക്കാർക്കുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു. അതായത് ഒരു സ്ത്രീ പ്രൈം മിനിസ്റ്ററെ, അതും സർദാർമാരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാതെ പറഞ്ഞ പ്രൈം മിനിസ്റ്ററെ പോയിന്റ് ബ്ലാങ്കിൽ മെഷീൻ ഗൺ വെച്ച് വെടിവെച്ചിരിക്കുകയാണ്. ഇപ്പൊ ദാക്ഷാണി വേലായുധന്റെ മകൻ ഡോക്ടർ ഒപ്പയോട് ഞങ്ങളൊക്കെ ചോദിക്കും, അപ്പൊ നിങ്ങളെല്ലാം കണ്ടു എന്നിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഞങ്ങളെ തെറി വിളിക്കാം, അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങൾ അറിയുന്നത് ഈ പ്രൈം മിനിസ്റ്റർ മിസസ് ഗാന്ധിയുടെ നെഞ്ച് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ എത്രയാണ് ക്ലോസ് റേഞ്ചിൽ വെടിവെച്ചാൽ നെഞ്ചിലെല്ലാം കാണുമോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രൂരമായ കൊലപാതകം നടന്നതിന്റെ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല അതിന്റെ ഫീലിംഗ്. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അത് പിന്നെ പൊളിറ്റിക്കലായിട്ട് അത് സർദാർമാർക്ക് അല്ലെങ്കിൽ സിഖുകൾക്കെതിരെ എന്ന് രാഷ്ട്രീയമായി BJP ഇടതുപക്ഷവും എല്ലാവരും ഉപയോഗിച്ചു.
പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് അതൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ആയിരുന്നു എന്നൊരു ഒരിക്കലും തോന്നുന്നില്ല. മാത്രവുമല്ല, അന്ന് വൈകുന്നേരം ഞാൻ കണ്ട ഒരു സംഗതിയുണ്ട്. ഞാൻ താമസിക്കുന്നതിനടുത്ത് ഒരു സർദാറിന്റെ വീട്ടിൽ അന്നെന്തോ പുരവസ്ഥലി എന്തോ ആയിരുന്നു ആ വീട്ടില്. അന്ന് വൈകുന്നേരവും അവർ ലൈറ്റുകളൊക്കെ വെച്ചും അവിടെ ആള് കൂടിയും സ്വീറ്റ് വിതരണവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ പലയിടത്തും സർദാർമാരുടെ കോളനികൾ നടന്നു എന്ന ഒരു റൂമർ വന്നു. അതിൽ പിന്നാണ് ആൾക്കാർക്ക് ആവേശം കൊടുത്ത് അവരുടെ പുറകിന് പോകാൻ. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ആ വീട് അതായത് എന്താണ്, ഇന്ത്യ വിറങ്ങലിച്ച് നിൽക്കുകയും ലോ ആൻഡ് ഓർഡർ തകർന്നു പോവുകയും ചെയ്ത ഒരു 3 ദിവസങ്ങളായിരുന്നു അതെന്ന് നമുക്കത് പറയാം. കേരളത്തിലും അതിൻ്റെതായ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഏകദേശം 3 ദിവസത്തോളം ഒരുതരം എന്താണ് അനിശ്ചിതാവസ്ഥയും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു സംഭവത്തിന് ഒരു പക്ഷേ മഹാത്മാഗാന്ധിയുടെ നിര്യാണത്തിന് ശേഷം ഇതുപോലെ ഒരു അവസ്ഥയെ ഇന്ത്യ നേരിടുന്നത് ഇപ്പൊ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന ഒരു സന്ദർഭത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇപ്പം നിര്യാണമല്ല, വെടിവെച്ച് കൊന്നതാണ്. ഇതും വെടിവെച്ച് കൊന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന റെസ്പോൺസ് പെട്ടെന്ന് ഉണ്ടാകുന്നത് നമ്മളുടെ ഒരു ഇന്ത്യക്കാരന്റെ പൊതുവെയുള്ള ഒരു വൈകാരികത. ആ വൈകാരികത അത് രാഷ്ട്രീയക്കാരും മറ്റുള്ള എന്താണ് ഈ പറയുന്ന മറ്റ് ശക്തികളുമൊക്കെ അത് പൊലിപ്പിച്ചെടുക്കുകയും അങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കി പിന്നീട് അതിന്റെ കണക്ക് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ലാഭനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ത്യയുടെ മാത്രം ഒരു പ്രത്യേകതയാണോ, അതോ മറ്റ് രാഷ്ട്രങ്ങളിൽ ഇങ്ങനെയൊക്കെ കണ്ടിരുന്നു? ആണല്ലോ. BJP എന്ന പാർട്ടി നിൽക്കുന്നത് തന്നെ ഇപ്പോഴും 47-ലെ ഇന്ത്യ പാകിസ്ഥാനും വിഭജനത്തിന്റെ പുറത്തല്ലേ. അത് പാകിസ്ഥാനെ ശത്രുവായിട്ട് കണ്ട് ഇപ്പോഴും മുസ്ലിങ്ങളെ ശത്രുവായിട്ട് കാണുന്ന ഒരു അവസ്ഥ. ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു പ്രത്യേകത, ഒരുതരം ഫ്യൂഡൽ റിവെഞ്ച് ഉണ്ടെന്ന് പറയത്തില്ലേ. ഫ്യൂഡൽ റിവെഞ്ചിന്റെ ഒരു പാർട്ടായിട്ട് വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച്, എനിക്ക് തെക്കേന്ത്യയിൽ അതുപോലെ ഉള്ള റിവെഞ്ചിന് ചരിത്രപരമായി സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് പാർട്ടീഷൻ, എന്താണ് മുസ്ലിം വിരോധം എന്നൊക്കെ ശരിക്കും അറിയണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ തന്നെ വരണം. അപ്പൊ അതിന്റെ ഒരു പാർട്ടിയാണ് സർദാർമാരുടെ. പിന്നെ മാത്രമല്ല, ഇതിന് തൊട്ടു മുമ്പേ, ഈ മരണത്തിന് മുമ്പേ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നു പോകുന്നത് സത്യമാണ്. അതിന് മുമ്പേ പഞ്ചാബിൽ ഒരു ബസ്സിൽ നിന്നും സിഖ് ടെററിസ്റ്റുകള് സിഖുകാർ അല്ലാത്ത യാത്രക്കാരെ വെളിയിലിറക്കി വെടിവെച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് മുതൽ RSS സിഖുകാർക്കെതിരെ തിരിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളൊക്കെ പലരും വിശ്വസിക്കുന്നത് ഡൽഹി റൈറ്റ്സിന്റെ പുറകിൽ RSSന്റെ ഒരു ശക്തമായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ അവർക്ക് ഇന്ദിരാഗാന്ധി ചെയ്യുന്നതുമായിട്ട് അവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ സർദാർമാരെ ശരിയാക്കുന്നതിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കുഴഞ്ഞു പറഞ്ഞ ഇതാണ്. പക്ഷെ ഇതിന്റെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് മുഴുവനും BJP ആണ് പിന്നീട് ഉണ്ടാക്കിയത്. ഇന്നും സിഖ് റൈറ്റ്സിൽ പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. സർദാർമാരെ ഒലിപ്പിച്ച് നിർത്താറുണ്ട്. ഇത് ഒരുതരം പറഞ്ഞാല് അവര് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മുസ്ലിം വിരോധം 47-ന്റെ ഇന്ത്യ പാക് വിഭജനം, അതിന്റെ അതേ പൊളിറ്റിക്സ് ആണ് ഇപ്പോഴും ഇതിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എനിക്ക് തോന്നുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പറഞ്ഞു, ഇതിനു വേണ്ടി ഞങ്ങൾ സിഖ് റൈറ്റ്സിന്റെ പേരിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്നവർ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരാരും അതിനെ ന്യായീകരിച്ച് സുധാരിച്ചിട്ടില്ല. രാജീവ് ഗാന്ധി പറഞ്ഞത് ഒബ്ലിക്കാണ്. ആൾക്കാർ രാജീവ് ഗാന്ധി പറഞ്ഞതിനെ പറ്റി പറയുമ്പോൾ ഒന്നും മറന്നുപോകുന്നു. അദ്ദേഹത്തിന്റെ അമ്മയാണ് നിഷ്ഠൂരം വെടിവെച്ച് കൊന്നത്. 3 ദിവസത്തേക്ക് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, പക്ഷെ ഒരു മകനാണ്. 3 ദിവസത്തേക്ക് അദ്ദേഹം തന്റെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന അടിയന്തരമായി ചെയ്യേണ്ട സംഗതികൾ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഉണ്ടാതിരുന്നില്ല. അദ്ദേഹത്തെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹം ഒരു മകൻ കൂടിയാണ്.
മനുഷ്യനാണ്. ആ ഒരു സംഗതി ആൾക്കാർ പറഞ്ഞു പോകുന്നു അദ്ദേഹത്തിന് പറഞ്ഞു. പക്ഷേ മൂന്നാമതല്ല, 4ാമത്തെ ദിവസം ആർമി ഇറങ്ങി. ആർമിയുടെ ഇറങ്ങാൻ ഓർഡർ കൊടുത്തതും അദ്ദേഹം തന്നെയാണ്. നരസിംഹറാവു ആയിരുന്നു ഹോം മിനിസ്റ്റർ. അദ്ദേഹമാണ് ഓർഡർ കൊടുത്തത്. ആർമി ഇറങ്ങി. പിന്നെ ഇതൊക്കെ നിന്നു. 2 ദിവസം കൊണ്ട് ഡൽഹി നോർമലായി. അപ്പൊ അങ്ങനെ ഒരു ആണ് ഇന്നത്തെ. ഓക്കെ, നമ്മുടെ എന്തായാലും ഇന്ത്യയുടെ ഒരു അനിഷേധ്യ നേതാക്കന്മാരിൽ ഒരാളാണ് ഇന്ദിരാഗാന്ധി. അത്യാഹിതം നേരിട്ട് അന്തരിക്കേണ്ടി വന്നു. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ഈ 41ാം ചരമ വാർഷിക ദിനത്തില് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വി കെ ചെറിയാൻ സ്വന്തം അനുഭവം വിവരിച്ച് അത് വിവരിക്കുകയും ചെയ്ത ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഈ എപ്പിസോഡ് ഇവിടെ ഇത് കുറച്ച് ദീർഘമായി പോയി, 20 മിനിറ്റ് എടുത്തു. നമുക്കിതിവിടെ സമാപിപ്പിച്ചാലോ? നന്ദി, നമസ്കാരം. ഞങ്ങൾ വേറെ വിഷയമായി ഇപ്പോൾ ഞങ്ങൾ വീക്കെൻഡിൽ നിന്നും മിക്ക ദിവസങ്ങളും ഞങ്ങൾ വരാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെ സമയം അനുവദിക്കുമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.